ഓം ശാന്തി. ഇന്ന് ശിവബാബ നൽകുന്ന വരദാനം എന്താണെന്ന് നോക്കാം. പറയാ, എല്ലാവരും ഒരേ സങ്കല്പത്തിൽ സ്ഥിതി ചെയ്ത് മഹാതീർത്ഥത്തെ പ്രത്യക്ഷപ്പെടുത്തുന്ന ഉത്തരവാദിത്വമുള്ള ആത്മാവായി ഭവിക്കട്ടെ. ഏതൊരു സ്ഥലവും തീർത്ഥസ്ഥാനമായി മാറുന്നത് അവിടെ വസിക്കുന്നവരുടെ സാധനയിലൂടെയാണ്. ബാബ നമുക്ക് മുഖ്യമായിട്ട് നൽകിയ സബ്ജക്റ്റാണ് ജ്ഞാനം, യോഗ, ധാരണ, സേവ. ഈ സബ്ജക്റ്റ് നമ്മൾ എത്രത്തോളം പഠിക്കുന്നുണ്ട്, എത്ര ജ്ഞാനം നമ്മൾ ജീവിതത്തിൽ പ്രാക്ടിക്കലി കൊണ്ടുവന്നു, എത്ര യോഗ ചെയ്യുന്നു, എത്ര ക്വാളിറ്റീസ് ധാരണ ഉണ്ടായിട്ടുണ്ട്, എത്ര നമ്മൾ ഈശ്വരീയ സേവനം ചെയ്യുന്നു. അപ്പോൾ ഈ സാധന ചെയ്യുന്നതിനനുസരിച്ച് ആത്മാവ് ശുദ്ധമാകും, ശക്തിശാലിയായി മാറും. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ അന്തരീക്ഷവും നമ്മളിൽ നിന്നും വ്യാപിക്കുന്ന ശുദ്ധമായ വൈബ്രേഷനിലൂടെ പവിത്രമാകും. അപ്പോൾ അനേകർ അതേമാതിരി തന്നെ ഒരേപോലെ സാധന ചെയ്യുകയാണെങ്കിൽ ആ അന്തരീക്ഷം വളരെ പവർഫുള്ളായി മാറും. പിന്നെ ബാബ നമ്മളോട് ദിനചര്യം പറഞ്ഞു. രാവിലെ അമൃതവേള മുതൽ രാത്രി ഉറക്കം പോലും ബാബ പറഞ്ഞിരിക്കുന്ന യോഗ നിദ്രയായിരിക്കണം. പിന്നെ നമ്മളുടെ സമ്പർക്കത്തിൽ നമ്മൾ എങ്ങനെയായിരിക്കണം, നമ്മുടെ ജീവിതം അലൗകിക ജീവിതം നയിക്കണം. അപ്പോൾ എല്ലാത്തിലും നമ്മൾ മിതവ്യയം പാലിക്കണം. ആഹാരം, എല്ലാത്തിലും നമ്മൾ ശുദ്ധി പാലിക്കണം. അപ്പം അങ്ങനെ എത്രത്തോളം നമ്മൾ ബാബ നൽകിയ നിയമവും മര്യാദകളൊക്കെ ഫോളോ ചെയ്യുന്നു, ശുദ്ധി പാലിക്കുന്നു, സാധനയിൽ മുഴുകുന്നു, സിമ്പിളായി അലൗകിക ജീവിതം നയിക്കുന്നു, എല്ലാവരുടെയും ലക്ഷ്യം അങ്ങനെ എപ്പോഴാണോ ഒന്നായി മാറുന്നത്. അപ്പോൾ എല്ലാവരുടെ ഉള്ളിൽ നിന്നും വരുന്ന ആ ശുദ്ധമായ പവിത്രതയുടെ വൈബ്രേഷൻ, ഈശ്വരൻ്റെ സ്മൃതിയുടെ ആ ചിന്തകൾ, അത് നമ്മുടെ അന്തരീക്ഷത്തെയും ശുദ്ധമാക്കും, ശക്തിശാലിയാക്കി മാറ്റും. പിന്നെ അവിടേക്ക് എത്തിച്ചേരുന്നവർക്ക് അപ്പോൾ ശാന്തി അനുഭവിക്കാൻ സാധിക്കും. അപ്പം നമുക്കാദ്യം ദയ തോന്നണം, മറ്റുള്ളവരെ രക്ഷിക്കണമെന്ന ചിന്ത നമുക്ക് വരണം. പക്ഷെ അതിനുവേണ്ടി നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ ഓരോരുത്തരും ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം അങ്ങനെ ഒരു ഗ്രൂപ്പ് തയ്യാറാകുന്നു, അവരെല്ലാം ഒരേ സങ്കല്പത്തിൽ ഒരേപോലെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ആ സ്ഥലം തീർത്ഥസ്ഥാനമായി മാറുന്നത്. അങ്ങനെ തീർത്ഥസ്ഥാനത്തെ തയ്യാറാക്കുന്ന, ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തുന്ന ഉത്തരവാദിത്വം ഉള്ള ആത്മാവായി ഭവിക്കട്ടെ എന്നായിരുന്നു ബാബയുടെ വരദാനം. ഓം ശാന്തി.